ഡബിൾ മാർക്ക് ടെസ്റ്റ് നമ്മുടെ 3rd മന്ത് ഓഫ് പ്രഗ്നൻസിയിൽ മിക്കവാറും എല്ലാവരും കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഇതല്ലേ. നമ്മൾ 11 to 13 വീക്സിൽ ആദ്യം ഒരു NT സ്കാൻ ചെയ്യുന്നുണ്ട്, ബേബിയുടെ ഒരു സ്കാനിങ് ചെയ്യുന്നുണ്ട്. അതിൽ ബേബിയുടെ ബോൺസ് ഒക്കെ നേസൽ ബോൺ ഒക്കെ ഫോംഡ് ആയിട്ടുണ്ടോ, കഴുത്തിൻ്റെ കട്ടിയൊക്കെ നോക്കും. അത് നോക്കി കഴിഞ്ഞിട്ട് ഉടനെ നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഡബിൾ മാർക്ക് ടെസ്റ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ മദറിൻ്റെ ബ്ലഡ് എടുത്തിട്ട് 2 ഫാക്ടേഴ്സ് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അതിൻ്റെ ലെവൽസ് അനുസരിച്ച് നമുക്കൊരു പ്രഡിക്ഷൻ കിട്ടും. അതായത് 3 ക്രോമസോമൽ ഇഷ്യൂസ്, ക്രോമസോം 21, 18, 13. ഈ ക്രോമസോംസ് ഓരോ എക്സ്ട്രാ ക്രോമസോംസ് ഉണ്ടെങ്കിൽ, ട്രൈസോമി ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ റിസൾട്ട് ഇൻ ഡൗൺ സിൻഡ്രോം, പെട്ടാവ് സിൻഡ്രോം അല്ലെങ്കിൽ എഡ്വേർഡ് സിൻഡ്രോം. ഇതിന് പ്രഡിക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഈ ഡബിൾ മാർക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെവൽസ് അനുസരിച്ച് നമുക്കൊരു 90% അഫക്റ്റഡ് ആയിട്ടുള്ള ബേബീസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ ഇറ്റ്സ് എ സ്ക്രീനിങ് ടെസ്റ്റ്. പക്ഷേ ഈ ടെസ്റ്റ് പോസിറ്റീവ് വന്നു എന്ന് വിചാരിച്ചും വി വോണ്ട് ടേക്ക് എൻ ഇമീഡിയറ്റ് ഡിസിഷൻ. കാരണം ഇത് സ്ക്രീനിങ് മാത്രമാണ്. ഇത് പോസിറ്റീവ് ആണെങ്കിൽ ബേബി കുഡ് വെരി വെൽ ബി നോർമൽ. അപ്പോൾ ഇതിൽ ഹൈ ലെവൽസ് വരികയാണെങ്കിൽ നമ്മളൊരു കൺഫർമേറ്ററി ടെസ്റ്റിലേക്ക് പോകണം. അതായത് ബേബിക്ക് ചുറ്റുമുള്ള ഫ്ലൂയിഡ് അല്ലെങ്കിൽ ടിഷ്യൂ എടുത്തിട്ട് നമ്മളത് ക്രോമസോം ഇഷ്യൂ ഉണ്ടെന്ന് കൺഫേം ചെയ്തിട്ട് മാത്രമേ വിൽ ടേക്ക് എൻ ഇൻഫോംഡ് ഡിസിഷൻ.